SIR-നെതിരെ തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിലേക്ക് SIR നടപടിക്രമങ്ങൾ നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകും. മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ നേതൃത്വത്തിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം. BJP-യെയും അണ്ണാ DMK-യെയും യോഗത്തിലേക്ക് ക്ഷണിച്ചിരുന്നില്ല. നടൻ വിജയുടെ TVK-യും യോഗം ബഹിഷ്കരിച്ചു. SIR-നെതിരായ തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ DMK വിളിച്ച സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം. 2026-ലെ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം SIR നടത്തിയാൽ മതിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടുന്ന പ്രമേയം സർവകക്ഷി യോഗം പാസാക്കി. ആശങ്കകൾ പരിഹരിക്കാൻ കമ്മീഷൻ തയ്യാറായില്ലെങ്കിൽ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ സംയുക്തമായി സുപ്രീം കോടതിയിൽ ഹർജി നൽകും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ SIR വിജ്ഞാപനത്തിലെ പോരായ്മകൾ പരിഹരിക്കണം. സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം. SIR-ന് മതിയായ സമയം അനുവദിക്കണം. 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം നിഷ്പക്ഷവും സ്വതന്ത്രവുമായ രീതിയിൽ SIR നടത്താമെന്നും പ്രമേയത്തിൽ പറയുന്നു. ബീഹാറിലെ SIR-റുമായി ബന്ധപ്പെട്ട കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കെ തമിഴ്നാട്ടിൽ ഉൾപ്പെടെ നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകുന്നത് ജനാധിപത്യ വിരുദ്ധവും വോട്ടവകാശത്തിന് നേരെയുള്ള കടന്നുകയറ്റവുമാണ്. സ്വതന്ത്രമായും ഭരണഘടനാപരമായും പ്രവർത്തിക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലുള്ള സ്ഥാപനങ്ങൾ കേന്ദ്രത്തിലെ ഭരണകക്ഷിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്നും യോഗം കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ 46 രാഷ്ട്രീയ പാർട്ടികൾ പങ്കെടുത്തു. BJP-യെയും AADMK-യെയും യോഗത്തിലേക്ക് ക്ഷണിച്ചിരുന്നില്ല. BJP-യാണ് SIR-ന് പിന്നിലെന്നും AADMK-യാണ് അവരെ പിന്തുണയ്ക്കുന്നതെന്നും DMK കുറ്റപ്പെടുത്തി. PMK, തമിഴ് മാനില കോൺഗ്രസ്, AMMK, NTK തുടങ്ങിയ പാർട്ടികൾ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. DMK-യുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്ത് നടൻ വിജയുടെ TVK-യും യോഗം ബഹിഷ്കരിച്ചു. SIR-നെ ശക്തമായി എതിർക്കുന്നുവെന്നും എന്നാൽ DMK-യുടേത് വൈകിപ്പോയ നീക്കമെന്നും TVK പ്രസ്താവനയിൽ പറഞ്ഞു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.